ഗാർഡൻ കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് റോസ് ചെടിയെക്കുറിച്ചാണ്. അതായത് എൻ്റെ കയ്യിൽ കുറച്ച് പ്ലാന്റ്സ് റോസ് ഉള്ളത്, അത് വിവിധ കളറുകളിലുള്ള റോസാപ്പൂക്കളാണ്. റോസയെക്കുറിച്ച് പറയുമ്പോൾ എത്ര സുഗന്ധം നമുക്ക് പകരുന്ന റോസാപ്പൂക്കളല്ലേ. എല്ലാ റോസയ്ക്കും നല്ല സുഗന്ധമല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ റോസാപ്പൂവിൻ്റെ നിറങ്ങളും സുഗന്ധവും എന്നും നമ്മുടെ മനസ്സിനെ കീഴടക്കുന്ന. എൻ്റെ കയ്യിൽ ഈ പിങ്ക് കളറിലെ റോസ, പിന്നെ ഡാർക്ക് റെഡ് കണ്ടില്ലേ, എൻ്റെ ഡാർക്ക് റെഡ് റോസ്, നല്ല നിറയെ മൊട്ടുകളും പൂക്കളും ഉള്ള ഡാർക്ക് റെഡ്. ഈ ഡാർക്ക് റെഡൊക്കെ ഭയങ്കര മനോഹരം. ഓരോ കളറും നമ്മളോട് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നിപ്പോയി, കളേഴ്സിൻ്റെ ഭംഗി കണ്ടിട്ട്. പിന്നെ എൻ്റെ വൈറ്റ് കളറിലെ ചെടി ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ പൂക്കളില്ല. ഇത് കണ്ടില്ലേ, കുഞ്ഞു ചെറിയ റോസ് ഫ്ലവർ. ഇത് ഒരു പിങ്ക്, നല്ല ഒരു പിന്നെ ഓറഞ്ച് പോലൊരു ഷെയ്ഡിൽ വരുന്നു. ഇതിൻ്റെ സുഗന്ധവും മണവും ബട്ടർഫ്ലൈകൾ ഇങ്ങനെ പറന്ന് കളിക്കുന്നതും കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ മനസ്സിനെ ഇതിൻ്റെ സുഗന്ധം വല്ലാതെ കീഴടക്കുക. പ്രകൃതിയുടെ അമൂല്യമായൊരു സമ്മാനമല്ലേ ഇതൊക്കെ. നമുക്ക് ദൈവം എത്രയെല്ലാം വിവിധ വർണ്ണങ്ങളിലാണ് നമുക്ക് പൂക്കൾ തരുന്നില്ലേ. എന്തെല്ലാം വിവിധ വർണ്ണങ്ങളിലാണ് നമുക്ക് പൂക്കളെ ദൈവം തന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കയ്യിൽ വെള്ളമുണ്ട്, പക്ഷേ വെള്ളം പൂക്കളെല്ലാം കുറഞ്ഞു. പൂ ഇപ്പം ഇല്ലാതിരിക്കുക, വെള്ളയിൽ പൂ എല്ലാം കൊഴിഞ്ഞിട്ടിരിക്കുക. വെള്ള ഫ്ലവർ ഉണ്ടായിരുന്നു, വെള്ളം പോയി. അത് നല്ല രസമാണ് വെള്ള കാണാനായിട്ടാണെങ്കിൽ. അപ്പം സ്നേഹത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമാണ് നമ്മുടെ ഹൃദയത്തിൽ ഓരോ പൂക്കളും വിരിയുന്നത്. ഡാർക്ക് റെഡ് നല്ല ഭംഗിയാണ്, ഭയങ്കര. ഈ പിങ്കും ഡാർക്ക് റെഡും എല്ലാം ഭയങ്കര മനോഹരമാണ്. കാരണം ഇതിൽ തേനീച്ചകളും ബട്ടർഫ്ലൈ നടാണ്ടില്ല, തേനീച്ച വന്ന് പാറി നടക്കുന്നുണ്ട് ഇതിനകത്ത് തേൻ കുടിക്കാനായിട്ട്. വണ്ടുകൾ വരും, തേനീച്ച വരും, ബട്ടർഫ്ലൈ വരും. മനോഹരമായ റോസ് ഫ്ലവേഴ്സ്. നമ്മൾ ഓരോ ദിവസം രാവിലെ ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷം, കാട്ടിലിറങ്ങി. പിന്നെ ലോകത്തിലെ ഏറ്റവും ജനപ്രിയ അലങ്കാര ചെടികളിലൊന്നാണ് റോസ് എന്ന് പറയുന്നത്. ഇത് നല്ല സുഗന്ധവും അനേക ദിവസങ്ങൾ തന്നെ ഈ പൂക്കൾ വിരിഞ്ഞ് നിൽക്കും. ഒരു ദിവസമോ 2 ദിവസം കൊണ്ട് ഈ പൂക്കൾ കൊഴിഞ്ഞ് പോകത്തില്ല. കുറേ ദിവസങ്ങൾ ഈ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് തന്നെ നിൽക്കുന്നതായിട്ട് എൻ്റെ റോസ് ഈ ചെടിയിലൊക്കെ നിൽക്കുന്നത്. പിന്നെ ഇതിൽ നനയെക്കുറിച്ചൊക്കെ പറയുമ്പം പിന്നെ ഇതിന് ദിവസം ഒരു പ്രാവശ്യം ചെറുതായിട്ടേ വെള്ളം കൊടുക്കാറുള്ളൂ. ഒരുപാട് വെള്ളം ഞാൻ കൊടുക്കാറില്ല. ഒരു പ്രാവശ്യം നനയ്ക്കും. പിന്നെ അതിന് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ, ഒരുപാട് വെള്ളം വേണ്ട. പിന്നെ സൂര്യപ്രകാശം നന്നായിട്ട് വേണം. പിന്നെ ഞാൻ DAP കൊടുക്കും, 19 NPK കൊടുക്കും, പിന്നെ ചാണകപ്പൊടി കൊടുക്കും. ചിലപ്പോൾ എന്താണ്ട് ഈ മുട്ടത്തോട് പൊടിച്ചിട്ടേക്കുന്നുണ്ടല്ലോ, ഇതുപോലെ മുട്ടത്തോട് പൊടിച്ച് ഞാൻ ചെറുതായിട്ടൊക്കെ കൈ കൊണ്ടൊന്ന് പൊടിച്ച് ഉപയോഗിച്ച് കിച്ചണിൽ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മുട്ടത്തോടൊക്കെ കളയാതെ അത് പൊടിച്ച് ഇതിനകത്ത് ഇടാറുണ്ട്. പിന്നെ തേയിലയുടെ കൊന്തുണ്ടല്ലോ, നമ്മൾ ചായ ഇട്ടിട്ട് വരുന്ന തേയിലയുടെ കൊന്ത്, അതിടുന്നത് ഇതിന് നല്ല പ്രയോജനം. നിറയെ മുട്ടുകളുണ്ടാവും. അതുകൊണ്ട് ഇതിലെല്ലാം ഇനി വിരിയാൻ ധാരാളം റെഡ് മുട്ടുകളുണ്ട്. ഇതൊക്കെ നമ്മളോട് ഓരോ അർത്ഥവത്തായി സംസാരിച്ചുകൊണ്ടിരിക്കുമെന്ന് തോന്നിപ്പോവും. വെള്ള സമാധാനത്തിൻ്റെ അടയാളമാണല്ലോ. അപ്പോൾ പിങ്കോ സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും, ഈ പിങ്ക് സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും അടയാളമാണ്. പക്ഷേ ഈ ഡാർക്ക് റെഡ് എന്തോ നമ്മളോട് സംസാരിക്കുന്ന ആഴമുള്ള വികാരത്തെയാണ് ഡാർക്ക് റെഡ് പ്രതികരിക്കുന്നത്. എന്തൊരു നല്ല മനോഹരമായ റെഡല്ലേ, എത്ര മനോഹരമായിരിക്കുന്ന എൻ്റെ റെഡ് പൂക്കൾ. നമുക്ക് പ്ലാസ്റ്റിക് പോലെ തോന്നും, പക്ഷേ അത് മനോഹരമായ ജീവനുള്ള പൂക്കൾ. ഇതൊന്നും നമുക്കൊന്നും പറിക്കാൻ തോന്നത്തില്ല, ഇതൊന്നും പറിച്ച് എടുക്കാൻ തോന്നുന്നില്ല, അത്രയ്ക്ക് മനോഹരമായ റോസാപ്പൂക്കളെന്ന് പറയുമ്പോൾ. ഇതൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ. നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വയ്ക്കണം, പിന്നെ വെള്ളം ഒരു പ്രാവശ്യം കൊടുക്കണം. ഇതുപോലെ തേയിലയുടെ കൊന്തും, പിന്നെ ധാരാളം വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടത്, നമ്മളിങ്ങനെ വരുമ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ കൊമ്പുകളൊന്ന് കട്ട് ചെയ്ത് വിട്ടാൽ പെട്ടെന്ന് പുതിയ ബ്രാഞ്ചസ് വരും, മൊട്ടുകൾ വരും. ഞാൻ കട്ട് ചെയ്യുമ്പോഴാണ് ഇത് പുതിയ ബ്രാഞ്ചസും മൊട്ടുകളും വന്ന് ഈ പൂക്കൾ മനോഹരമായിട്ട് ഇതിൽ ഉണ്ടാകുന്നത്. നമ്മൾ കട്ട് ചെയ്യാതിരിക്കുമ്പോൾ ഇത് പഴകി നിൽക്കത്തുള്ളൂ. അതിൻ്റെ കുഞ്ഞി ചെയ്തിട്ട് കണ്ടില്ലേ, ചെറിയ മൊട്ടുകളൊക്കെ ഇതിൽ വരും. ഇത് ചെറിയ പനിനീർപ്പൂവ്. റോസിന് പനിനീർപ്പൂവെന്നാണല്ലോ പൊതുവെ പറയുക മലയാളത്തിൽ. അങ്ങനെ എൻ്റെ റോസയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയ്ക്ക് അതിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.